ബംഗ്ലാദേശിലെ മതന്യൂനപക്ഷങ്ങൾക്കെതിരായ അതിക്രമങ്ങൾ തുറന്നുകാട്ടി കണ്ണൂരിൽ മനുഷ്യാവകാശ സെമിനാർ സംഘടിപ്പിച്ചു. ബംഗ്ലാദേശ് മതന്യൂനപക്ഷ ഐക്യദാർഢ്യ സമിതി സംഘടിപ്പിച്ച സെമിനാറിൽ നിരവധി പേർ പങ്കെടുത്തു. ബംഗ്ലാദേശിൽ നടക്കുന്ന അക്രമങ്ങളുടെ കാര്യകാരണങ്ങൾ സെമിനാറിൽ പങ്കെടുത്ത ഓരോരുത്തരും വിശദീകരിച്ചു. ബംഗ്ലാദേശിലെ ന്യൂനപക്ഷവേട്ട തുറന്നുകാട്ടിക്കൊണ്ടായിരുന്നു കണ്ണൂരിൽ ന്യൂനപക്ഷ ഐക്യദാർഢ്യ സമിതിയുടെ സെമിനാർ. IMA ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പൂർവ്വ സൈനിക സേവാ പരിഷത്ത് സംസ്ഥാന രക്ഷാധികാരി റിട്ടയർഡ് കേണൽ രാംദാസ് അധ്യക്ഷത വഹിച്ചു. ഡൽഹി സർവകലാശാല മലയാള വിഭാഗം മേധാവി ഡോക്ടർ P. ശിവപ്രസാദ്, തലശ്ശേരി ഫിനിക്സ് കോളേജ് പ്രിൻസിപ്പൽ ചൂരായി ചന്ദ്രൻ മാസ്റ്റർ, BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് C. സദാനന്ദൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. ബംഗ്ലാദേശിലെ ന്യൂനപക്ഷവേട്ടയുടെ ഉത്തരവാദികൾ ആരെന്നും കേരളത്തിലും സമാന സാഹചര്യം ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ലെന്നും സംസാരിച്ച ഓരോരുത്തരും വ്യക്തമാക്കി. ഈ ഒരു പ്രത്യേക കാലാവസ്ഥയാണ് ഇവിടെ ഉള്ളത്. ഈ ഒരു ഭയങ്കരമാണ് നമ്മുടെയൊക്കെ ജീവിതമുള്ളത്. അതുകൊണ്ട് ഇത് മുടി വെച്ചുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞ വിശാലമായ മനസ്കതയും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ പറയാമെന്ന് മാത്രമല്ല, ഈ ഗ്രൗണ്ട് റിയാലിറ്റി ഞാൻ തുടങ്ങിയെടുത്ത് അവസാനിപ്പിക്കുകയാണ്. ഈ ഗ്രൗണ്ട് റിയാലിറ്റി മനസ്സിലാക്കാതെ നമ്മുടെ സാംസ്കാരിക പ്രവർത്തനം, നമ്മുടെ സാമൂഹിക പ്രവർത്തനം ഒന്നും നടക്കില്ല, മുന്നോട്ട് പോകില്ല എന്ന് മാത്രം സൂചിപ്പിക്കുകയാണ്. ഒരു മതവിഭാഗത്തിനും ഭാരതം എതിരല്ല. ഭാരതത്തിന് ഔദ്യോഗിക മതവുമില്ല. ഭാരതീയ സംസ്കൃതിയുടെ സവിശേഷത അതാണ്. നമുക്കൊരു മതസ്ഥാപകൻ ഭാരതീയ മതത്തിന് അല്ലെങ്കിൽ ഹിന്ദു മതം അങ്ങനെ വിശേഷിപ്പിക്കുന്നുണ്ടെങ്കിൽ ഹിന്ദു മതം എന്നൊരു മതമില്ല, ഒരു മതസ്ഥാപകനില്ല, ഒരു മതഗ്രന്ഥമില്ല, മതപാഠശാലകളിൽ ഒന്നുമില്ല. അതൊരു സംസ്കാരമാണ്. ആ സംസ്കാരത്തിന്റെ വീക്ഷണമാണ് തുടക്കത്തിൽ ഞാൻ സൂചിപ്പിച്ചത്. എത്ര വിശ്വം ഭവത്യേക നീളം, ഒരു പക്ഷിക്കൂട് പോലെ ലോകം സംഗമിക്കുന്നു. അഭിഭാഷക പരിഷത്ത് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് K. രഞ്ജിത്ത് സ്വാഗതവും RSS കണ്ണൂർ വിഭാഗ് വിദ്യാർത്ഥി പ്രമുഖ് OM സജിത്ത് നന്ദിയും പറഞ്ഞു. ജനം, കണ്ണൂർ.